തോമസ് ചാഴികാടന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമത്തിനിടെ UDF നേതൃത്വത്തിന് തലവേദനയായി കോട്ടയത്തെ വിമത സ്ഥാനാർത്ഥിയും രംഗത്തേക്ക്. കോൺഗ്രസ് കാണക്കാരി മണ്ഡലം സെക്രട്ടറിയും INTUC കടുത്തുരുത്തി ബ്ലോക്ക് മുൻ സെക്രട്ടറിയുമായ ജോർജ് ജോസഫ് മരങ്ങോലിലാണ് റിബൽ സ്ഥാനാർത്ഥിയായി രംഗത്തെത്തുന്നത്. കേരള കോൺഗ്രസിനോടുള്ള അതൃപ്തി മൂലമാണ് സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചതെന്ന് ജോർജ് ജോസഫ് വ്യക്തമാക്കി. ഉമ്മൻചാണ്ടി നേരിട്ടിടപെട്ട ചർച്ചകൾ നടത്തിയിട്ടും PJ ജോസഫിന് സീറ്റ് നൽകാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കങ്ങൾ പൂർണ്ണമായും കെട്ടടങ്ങിയിരുന്നില്ല. അതിനിടെയാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ UDFന് തലവേദനയാകുന്നത്. ചാഴികാടനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ എതിർപ്പുണ്ടെന്നും വിമതനായി മത്സരിക്കുമെന്നും വ്യക്തമാക്കി കോൺഗ്രസ് കാണക്കാരി മണ്ഡലം സെക്രട്ടറി ജോർജ് ജോസഫ് മരങ്ങോലിലാണ് രംഗത്തെത്തിയത്. മുമ്പ് മത്സരിച്ച് ജയിച്ച ജോസ് കെ മാണി മണ്ഡലം ഉപേക്ഷിച്ചു പോയതിലും കോൺഗ്രസിന്റെ രാജ്യസഭാ സീറ്റ് തട്ടിയെടുത്തതിലുമുള്ള അതിർത്തിയാണ് തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് ജോർജ് ജോസഫ് പറഞ്ഞു. നമ്മൾ അസംതൃപ്തരാണ് ഇതിൻ്റെ അകത്ത് സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള അപാകതകൾ. അത് കഴിഞ്ഞ കാലങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതായത് കോൺഗ്രസിൻ്റെ സീറ്റാണ് കേരള കോൺഗ്രസ് കൊടുത്ത സീറ്റ്. അത് വർഷങ്ങളായിട്ട് കോൺഗ്രസിൻ്റെ ഒരു സീറ്റാണ്. അപ്പോൾ അത് നല്ലൊരു സ്ഥാനാർത്ഥിയെ കൊണ്ട് ഇടാതെ എപ്പോഴും തോക്കുന്ന ഒരാളെ കൊണ്ട് ഇടുക എന്ന് പറഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം PC ജോർജ് സാർ പറഞ്ഞാൽ വാസവനെ സപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൃപ്തരായ കേരള കോൺഗ്രസുകാരുടെ വോട്ടും തനിക്ക് ലഭിക്കുമെന്ന് ജോർജ് ജോസഫ് വ്യക്തമാക്കി. 35 വർഷമായി കോൺഗ്രസിൽ പ്രവർത്തിച്ചു വരുന്ന തനിക്ക് നിരവധി പേർ പിന്തുണയുമായി എത്തുമെന്നും സമ്മർദ്ദത്തിനും സ്വാധീനത്തിനും വഴങ്ങി പിന്മാറില്ലെന്നും ജോർജ് മരങ്ങോലി പറഞ്ഞു. പ്രചാരണത്തിൽ ഏറെ മുന്നേറിയ LDF NDA സ്ഥാനാർത്ഥികൾക്കൊപ്പമെത്താൻ തോമസ് ചാഴികാടൻ കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടെയാണ് കോൺഗ്രസിൽ നിന്ന് തന്നെ വിമത നീക്കങ്ങൾ ഉണ്ടാകുന്നത്. 24 കോട്ടയം.